ഹലോ, നമ്മൾ ഇന്ന് ജോമെട്രി ആൻഡ് മെൻസുറേഷൻ്റെ അടുത്തൊരു പ്രോബ്ലം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. There are two identical cubes A and B. A sphere C is inscribed in A. B is cut into number of identical small cubes. A sphere is inscribed in each of the smaller cubes. Find the ratio of the volume of C ആൻഡ് ടോട്ടൽ വോള്യൂം ഓഫ് ദി സ്ഫിയേഴ്സ് ഇൻ ദ സ്മോൾ ക്യൂബ്സ്. ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ AI പറഞ്ഞപ്പോൾ, ജെമിനിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നൊരു ഇമേജാണ് കേട്ടോ അത്. അപ്പോൾ A എന്ന് പറയുന്ന ഒരു ക്യൂബ് ഉണ്ട്. A എന്ന് പറയുന്ന ക്യൂബിനകത്ത് നമുക്കിവിടെ കാണാം C എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ B എന്ന് പറയുന്ന രണ്ട് ഐഡൻറ്റിക്കൽ ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് ഐഡൻറ്റിക്കൽ ക്യൂബ്സിൻ്റെ ഡയമെൻഷൻസ് എക്സ് ആണ് എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് ലെങ്ത്താണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന ആളുടെ സൈഡ് ലെങ്ത്താണ് എയുടെ കാര്യങ്ങൾ എടുക്കാം. എയുടെ സൈഡ് ലെങ്ത്താണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ എക്സ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് x/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്ക് അകത്തുള്ള സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് x/2 ആണ്. ഇനി ആ സ്ഫിയറിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 ഇൻറ്റു പൈ ഇൻറ്റു x/2 ദ ഹോൾ ക്യൂബ് അല്ലേ. എന്ന് വെച്ചാൽ 4/3 പൈ x³/8. അപ്പോൾ നമുക്ക് 4ഉം 8ഉം വെട്ടിപ്പോവും, 2x³/6 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് പൈ x³/6 കിട്ടുവേ. ഇത്രയാണ് നമ്മുടെ വോള്യൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള C എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ വോള്യൂം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റേഷ്യോ ഓഫ് വോള്യൂം ഓഫ് സിയും ടോട്ടൽ വോള്യൂം ഓഫ് സ്ഫിയേഴ്സ് ഇൻ ദ സ്മോൾ ക്യൂബ്സും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പൈ x³/c സെൻറ്റിമീറ്റേഴ്സിലാണ് നമ്മളിത് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂബിക് യൂണിറ്റ്സിലാണെങ്കിൽ ഇത് ഇത്രയും യൂണിറ്റ് ക്യൂബാണ്, ക്യൂബിക് യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ, വോള്യൂം അല്ലേ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോള്യൂം ഒരു B എന്ന് പറയുന്നതിൻ്റെയും വോള്യൂം എന്തായിരിക്കും? B എന്ന് പറയുന്ന വലിയ ഒരു ക്യൂബ് ഉണ്ട്, അതിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോള്യൂം എന്ന് പറയുന്നത് x³ ആയിരിക്കും അല്ലേ. അപ്പോൾ ബിക്കകത്ത് കുറേ സ്ഫിയറുകളാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു n ക്യൂബ്സ് ആക്കി എന്ന് വിചാരിക്കുക ബിയിനെ. അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ ക്യൂബിൻ്റെ വോള്യൂം എന്തായിരിക്കും? സ്മോൾ ക്യൂബിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ആയിരിക്കും അല്ലേ. ഇനി ആ x³ എന്ന് പറയുന്ന ഫുൾ വോള്യൂമാണ് അല്ലേ. ഇനി അതിൻ്റെ അപ്പോൾ ഒരു സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ക്യൂബിൻ്റെ സൈഡ് ലെങ്ത്ത്. എന്തിനാണ് സൈഡ് ലെങ്ത് എടുക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ. സൈഡ് ലെങ്ത് കിട്ടിയാലേ അതാണ് ഡയമീറ്റർ. ഉള്ളിലുള്ള സ്ഫിയറിൻ്റെ ഡയമീറ്റർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ ഇൻസൈഡ് ആണ്. അത് എത്രയായിരിക്കും? അത് ക്യൂബ് റൂട്ട് ഓഫ് x³ ഇത് പേജ് നമ്പർ ആണ്, x³/n ആണ് ഡയമീറ്റർ, സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് വരുന്നതിൻ്റെ വോള്യൂം കണ്ടുപിടിച്ചു. ഇത് ഓരോ കുഞ്ഞു സ്ഫിയറിൻ്റെയും വോള്യൂം കണ്ടുപിടിച്ചു. എന്നിട്ട് സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് ക്യൂബ് റൂട്ടായിരിക്കും, ക്യൂബ് ആയതുകൊണ്ട് തന്നെ. ഇനി അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഡയമീറ്റർ/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് റേഡിയസ് കിട്ടി. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ വോള്യൂം കണ്ടുപിടിക്കാം അല്ലേ. വോള്യൂം ഓഫ് സ്മോൾ ക്യൂബ് അപ്പോൾ എത്രയായിരിക്കും? വോള്യൂം ഓഫ് സ്മോൾ വോള്യൂം ഓഫ് സ്മോൾ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ r³ തന്നെയാണ്. അപ്പോൾ അതായത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക? x³/n ക്യൂബ് റൂട്ട് ഉണ്ട്. x³/n ക്യൂബ് റൂട്ട് ഓഫ് x³/n ഉണ്ട്. ദ ഹോൾ ഇത് ഡിവൈഡഡ്/2 ദ ഹോൾ ക്യൂബാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു x³/2n അല്ലേ. 2 ക്യൂബ് വരും ഇൻറ്റു n എന്ന് വരും. എന്ന് വെച്ചാൽ 4ഉം 2 ക്യൂബും കൂടെ വെട്ടിപ്പോവും. 2 ക്യൂബ് 8 ആണ്. 4ഉം 2 ക്യൂബും കൂടെ വെട്ടിപ്പോകുമ്പോൾ 2 വരും. അപ്പോൾ പൈ x³/6n എന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കുഞ്ഞു സ്ഫിയറുകളുടെയും വോള്യൂം ഇത്രയാണെന്ന് കിട്ടി. അപ്പോൾ n സ്ഫിയറുകളുടെ വോള്യൂം എത്രയായിരിക്കും? വോള്യൂം ഓഫ് n സ്ഫിയേഴ്സ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n ഇൻറ്റു പൈ x³/6n. ഈ n-ഉം n-ഉം വെട്ടിപ്പോവും. അപ്പോൾ എന്താ കിട്ടുക? പൈ x³/6. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. നമുക്ക് A എന്ന് പറയുന്ന
അതിൻ്റെ വലിയ ക്യൂബിൻ്റെ ഉള്ളിലുള്ള സ്ഫിയറിൻ്റെ വോളിയം πx³ 6 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ എന്താ വരിക? 1:1 എന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലേൺ വിത്ത് സ്കിപ്പ്. താങ്ക് യു.